ഇപ്പോൾ അഭിനയിക്കാൻ ആരും വിളിക്കുന്നില്ല എങ്കിലും ഞാൻ ആക്ടറാണ് എന്നും എനിക്ക് അഭിനയിക്കാൻ അറിയാമെന്നും എന്നുള്ള എൻ്റെ കോൺഫിഡൻസ് ആണ്. നമ്മൾ ആരാണ് എന്താണ് എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് വേറൊരാളുടെ സഹായം വേണമെന്ന് പറയുന്നത് അത് ശരിയല്ല. എവിടെയോ ഇരിക്കുന്ന ഒരു പ്രൊഡ്യൂസർ, എവിടെയോ കിടക്കുന്ന ഒരു ഡയറക്ടർ, അവരൊക്കെ പടം കൂടി ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതിൽ എനിക്ക് വേഷം വേണമെന്ന് എന്തിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? എന്നെ അവർ വിളിക്കണമെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഞാൻ വലുതാവണം, അല്ലെങ്കിൽ ഞാൻ ഉയരണം, ഞാൻ പ്രൂവ് ചെയ്ത് വരണം. അങ്ങനെ വരുമ്പോഴേ എന്നെ അവർ വിൽക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ എന്തിനു വിൽക്കണം? എത്ര ശരിയാക്കിയാലും നന്നാകില്ലല്ലോ എന്ന് തോന്നിയ ഒരു കാര്യം? എൻ്റെ സ്വഭാവം. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഇതാണ് നമുക്ക് വേണ്ടത്. സ്ത്രീകളാണ് കൂടുതൽ സത്യസന്ധർ. അത് നുണയാണ്. ആണോ? എന്നോട് തന്നെ ഇത് പറയണം. അത് നുണയായിരിക്കും. എല്ലാവരും നുണ പറയുന്നു. ആര് സത്യസന്ധൻ? നമ്മുടെ ജോർജ് ചേട്ടൻ ഈ ഇടയ്ക്ക് ആയിട്ട് ചേട്ടനെ പറ്റി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതൊന്ന് വൈറലായിരുന്നു. അത് കേട്ടായിരുന്നു? അതൊന്നുമില്ല, അത് അയാളുടെ ഒരു മഹത്വം, അത്രേ ഉള്ളൂ. പിന്നെ വേറൊന്നുമില്ല, കൂടുതലൊന്നും പറയാനില്ലെന്ന്. അല്ല, അത് അവൻ്റെ ഒരു നല്ല മനസ്സുണ്ടാവും പറഞ്ഞു, അത്രേ ഉള്ളൂ. എല്ലാവരും അങ്ങനെ പറഞ്ഞോളന്നില്ലല്ലോ. പ്രേക്ഷകരൊക്കെ ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്ന ആളുകളാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അവർക്ക് ഓരോ പ്രോഗ്രാം കാണുമ്പോൾ ഇതെന്താണ് എന്താണ് ഇതിൻ്റെ കാര്യം, ഇതെന്തിനാണ് ഇവർ ഇങ്ങനെ പറഞ്ഞത്, ഒക്കെ ആളുകൾ ആലോചിക്കുകയും ഒക്കെ വിലയിരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആരെ കണ്ടാലും അങ്ങനെ ചിരിച്ചിട്ട് നമ്മൾ നടനാണ് എന്നുള്ളത് കൊണ്ട് പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് മുമ്പിൽ പോയിട്ട് ചിരിച്ചു നിൽക്കുക, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹായ്, ഹലോ, വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മറിമായം എന്ന ടെലിവിഷൻ സീരീസിലൂടെ നമ്മളുടെ എല്ലാവരുടെയും ഏറെ പ്രിയങ്കരനായ മണികണ്ഠൻ പട്ടമ്പി. മണിച്ചേട്ടാ, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. നമ്മളുടെ പഞ്ചായത്ത് ചെട്ടി മൂവി പ്രേക്ഷകർ ഇരി കൈ നീട്ടി സ്വീകരിച്ചു. എന്താണ് അതിനെക്കുറിച്ച് അത് പറയാനുള്ളത്? അത് നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അല്ല, അത് വലിയ സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം മറിമായം ഒരുപാട് കാലമായിട്ട് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും സിനിമ കാണണമെന്നവർ ആഗ്രഹിച്ചിട്ടുണ്ട്. ആരൊക്കെയോ ആഗ്രഹിച്ചിട്ടുണ്ട്, എല്ലാവരും ഒന്നും ഇല്ലെങ്കിലും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു തോന്നൽ ആളുകളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് ഈ സിനിമ ഇത്രയും ദിവസം ഇപ്പോഴും ഓടുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം നമ്മളെ സ്നേഹിച്ചിട്ടുള്ള മറിമായം കാണുന്ന മിക്ക പ്രേക്ഷകരും വന്ന് തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. ശരിയാണ്. അപ്പോൾ അവരെല്ലാം പിന്നെ ചിരിക്കുന്ന മുഖത്തോടു കൂടി ഇറങ്ങിപ്പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു രസമാണ്. അത് വലിയ സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ആണ്. ഇപ്പൊ ആക്ടർ മാത്രമല്ല, റൈറ്ററാണ്, ഡയറക്ടറാണ്. സോ ഈ പഞ്ചായത്ത് ചെട്ടി എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയ പിന്നെ ചേട്ടന്റെ ലൈഫിൽ ഉണ്ടായ മാറ്റം എന്താ? എന്ത് മാറ്റം? ഒരു മാറ്റമില്ല. ഒരു മാറ്റവും ഇല്ല. കുറച്ചുകൂടി സന്തോഷമായി ലൈഫിൽ എന്നല്ലേ? വലിയൊരു സ്വപ്നമാണ്. നമ്മുടെ ഒരു സ്വപ്നം എന്തായാലും അത് യാഥാർത്ഥ്യമായി, ആളുകൾക്ക് അത് ഇഷ്ടമായി എന്ന് പറയുന്നത് വലിയ സന്തോഷം തന്നെയല്ലേ. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ ഒരു മൊമെന്റ് എന്തായിരുന്നു? ഈ പഞ്ചായത്ത് ചെട്ടി ഇറങ്ങിയ പിന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടു, മോള് വന്നിട്ട് കരഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന ഒരു വീഡിയോ. അതുപോലെ ഏറ്റവും സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരു മൊമെന്റ് അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം. കാരണം വീട്ടുകാർക്ക് എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഇപ്പം മക്കളായാലും വൈഫാണെങ്കിലും അവർക്കൊക്കെയും എന്തെങ്കിലും നമ്മൾ ചെയ്ത് കാണണമെന്ന് കുറേ മുമ്പ് തന്നെ ആഗ്രഹമുണ്ട്. പലപ്പോഴും ഞാൻ എൻ്റെ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങനെ ഒഴുകി പോയത് കൊണ്ട് അത് സംഭവിക്കാതിരുന്നതാണ്. അപ്പോൾ എഴുത്തും ഒക്കെ ആദ്യ സമയങ്ങളിൽ തന്നെ ഇങ്ങനെ കുറേശ്ശെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ സിനിമയെല്ലാം പൂർത്തീകരിച്ചിട്ട് ആളുകളെ തിയേറ്ററിനകത്തേക്ക് കയറ്റി വിട്ടിട്ട് പുറത്ത് നിന്നിട്ടുള്ള ഒരു 2 മണിക്കൂറുണ്ട്. അത് ഗംഭീര എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ പുറത്ത് ഇറങ്ങി വരുന്ന ആളുകൾ എന്ത് പറയുന്നു നമുക്ക് അറിഞ്ഞൂടാ, എങ്ങനെയാണ് അവർ സ്വീകരിക്കുക നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് കുറേ ആളുകൾ വന്നു. അപ്പോൾ അവരൊക്കെ ഷെയ്ക്കിൻ്റെ എന്നിട്ട് ഗംഭീരമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോൾ എനിക്ക് വിശ്വാസമൊന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് പടം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വരികയും കുട്ടികൾക്ക്, എൻ്റെ വൈഫ് മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി സിനിമ. ബാക്കി നമ്മുടെ കൂടെയുള്ള ആളുകൾ അവർക്കെല്ലാം പടം ഇഷ്ടമായി എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്.
അതാണ് ഏറ്റവും നമുക്ക് സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൊമെന്റ്. അതുപോലെ തന്നെ മറിമായ എന്ന് പറയുന്ന 14 കൊല്ലത്തോളമായിട്ട് ആൾക്കാർ കണ്ടോണ്ടിരിക്കണം. അപ്പൊ അവരുടെ എക്സ്പെക്ടേഷൻ ഒത്തിരി കൂടുതലായിരുന്നു. പിന്നെന്താ വെച്ചാൽ നമുക്ക് സിനിമ ചെയ്യുന്നതിന് നമുക്കൊരു പരിമിതി ഉണ്ട്, സ്വാഭാവികമായിട്ട് അത് ഉണ്ടാവും. കാരണം സിനിമാ രംഗത്തുള്ള ആരും നമ്മുടെ കൂടെയില്ല, ടെക്നീഷ്യൻസ് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അഭിനയിക്കുന്നതെല്ലാം ഈ പറയുന്ന പോലെ മറിമായത്തിനകത്ത് ടെലിവിഷനകത്ത് ഉള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് എങ്ങനെയാവും എന്താവും എന്നൊക്കെയുള്ള ഒരു ആശങ്കയൊക്കെ സത്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഓപ്പണായിട്ട് വന്ന് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല. അവർ നന്നായിട്ട് ഹ്യൂമറൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്, സന്തോഷത്തോടു കൂടി തിയേറ്റർ വിട്ട്. അതെ, വലിയ സന്തോഷം അത് കേട്ടപ്പോൾ. ഇതെനിക്ക് ഇന്റർവ്യൂവിന് വരുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും സന്തോഷം എനിക്ക് സത്യശീലനെ നേരിട്ട് കാണാൻ പറ്റി. ഞാൻ വെച്ചാൽ പണ്ട് തൊട്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഞാൻ കണ്ടുവരുന്ന ഒരു ടെലിവിഷൻ സീരീസ് ആണ് ഈ മറിമായ എന്ന് പറയുന്നത്. ഞാനും എൻ്റെ വീട്ടിലെല്ലാവരും. അപ്പോൾ സത്യശീലൻ എന്ന് പറയുമ്പോൾ എനിക്ക് ചേട്ടനെ കാണുമ്പോൾ ഇങ്ങനെ പുതുതായിട്ട് കാണുന്ന ഒരാളെ പോലെ അല്ല തോന്നുന്നത്, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ പോലെ തന്നെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് കുടുംബ പ്രേക്ഷകർ ഉണ്ടാവും അല്ലേ ഇങ്ങനെ. ഇന്ന് നമ്മൾ താഴെ വെച്ച് കണ്ടപ്പോൾ തന്നെ നമ്മളെവിടെ പോവുകയാണെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരാളെ നമ്മളെ തിരിച്ചറിയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതൊക്കെ വലിയ സന്തോഷമുള്ളതല്ലേ. അതെ, ഞാൻ താഴെ വെച്ച് ചേട്ടനെ കണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ എന്തോ എന്നെ നേരത്തെ അറിയാവുന്ന പോലെ തന്നെയാണ് വന്നത്. അത് ശീലമായെന്ന് തോന്നുന്നല്ലേ, എല്ലാവരും ഇങ്ങനെ വരുമ്പോ ഇല്ല, എനിക്ക് അങ്ങനെ പെരുമാറാൻ അറിഞ്ഞൂടാ. ഞാൻ ഒരു പക്ഷേ പിന്നെ നിന്നെ കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ അറിയാതെ വന്നിട്ടില്ല. മറ്റാരെ കണ്ടാലും അങ്ങനെ ചിരിച്ചിട്ട് നമ്മൾ നടനാണ് എന്നുള്ളത് കൊണ്ട് പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് മുമ്പിൽ പോയിട്ട് ചിരിച്ചു നിൽക്കുക, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് കൂടുതൽ എപ്പോഴും കണ്ട ഒരു മുഖമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പല ആളുകൾക്കും പിന്നെ ഇയാളെന്തോ ഭയങ്കര ഗൗരവത്തിലുള്ള ഒരു കക്ഷിയാണ് അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ തോന്നിയല്ലോ. എനിക്കങ്ങനെ തോന്നി, അതല്ലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഇങ്ങനെ ഒരാളെ അല്ല, നല്ല കൂളായിട്ടിരിക്കുന്ന ആളാണ്. സത്യശീലൻ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം അതോ മണികണ്ഠൻ എന്നുള്ള പേരാണ്? കൂടുതലും എനിക്ക് തോന്നുന്നത് സത്യശീലൻ എന്ന് പറയുമ്പോഴാണ് ആൾക്കാർ കൂടുതലും അറിയാം. മറിമായത്തെ പറ്റി പറയുമ്പോൾ സത്യശീലൻ എന്ന് പറയുന്നതാണ് ഇഷ്ടം. അതെ, ആണ്. അല്ലാതെ പേര് മണികണ്ഠൻ. ഇന്ന് ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ലിഫ്റ്റിൽ കയറിയപ്പോഴും ഒരു അങ്കിളിനെ ആന്റീനെ കണ്ടപ്പോൾ അവർ എൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നു, മറിമായത്തിൽ സത്യശീലൻ. ഓ ആണോ, അടിപൊളി, അങ്ങനെയൊക്കെ പറഞ്ഞു. ഒത്തിരി പേര് ചേട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. ഈ 14 കൊല്ലത്തോളം ഈ മറിമായ എന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യുക, അതിനെപ്പറ്റി ചേട്ടൻ എന്താ പറയാനുള്ളത്? ഇത്രയും കൊല്ലത്തോളം ആ ഒരു മറിമായ എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ തന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പോഴും ഉണ്ട്. അതൊരു വലിയ കാര്യം തന്നെയല്ലേ? അതെ, അത് സ്വാഭാവികമായിട്ട് ഒത്തു വന്നതാ. അപ്പം നമ്മൾ മുൻകൂട്ടിയിട്ട് ഇത്ര എപ്പിസോഡ് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്യുക എന്നുള്ള നിലയ്ക്ക് അങ്ങനെ തുടങ്ങിയതല്ല. ഇത് ആർ ഉണ്ണീഷൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് പുള്ളി മനോരമയിൽ സംസാരിച്ച് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടായിരുന്നത് പിന്നെ തമാശ അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന ആളുകൾ ആരും വേണ്ട, അല്ലാതെയുള്ള പുള്ളിക്ക് അറിയുന്ന കുറച്ച് ആക്ടേഴ്സിനെ പുള്ളി സെലക്ട് ചെയ്തതിനകത്ത് ഞാനും പെട്ടു എന്നേ ഉള്ളൂ. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പിന്നെ അതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഈ പറയുന്നത് പോലെ വളരെ കണ്ടംപററി ആയിട്ടുള്ള വിഷയങ്ങളാണ്. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന വിഷയങ്ങളാണ്, നമ്മൾ പ്രതികരിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് സ്വീകാര്യത കൂടി വന്നതുകൊണ്ട് ഇത് പിന്നെ ഇത്രയും വർഷം നീണ്ട് പോയതാണ്. പിന്നെ അഭിനയത്തിനകത്തൊക്കെ ഈ പറയുന്നത് പോലെ ഒരു പ്രത്യേകത എന്തോ ഉണ്ട്. കള്ളത്തരങ്ങളില്ലാത്ത അഭിനയമാണ് പൊതുവെ അതിനകത്ത് ഉള്ളത്. അതെ, അപ്പം അതുകൊണ്ടാണ് കുട്ടികൾ ഇത് ഒരുപാട് കാണുന്നുണ്ട്. സത്യത്തിൽ കുട്ടികൾക്ക് കാണേണ്ട ഒരു കാര്യം ഇതിനകത്തില്ല. പക്ഷെ ഇഷ്ടമാണ്. എന്നിട്ടും കുട്ടികൾ പിന്നെ ഇത് കാണുന്നു എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കേണ്ടതാ. എനിക്ക് തോന്നി നിങ്ങൾ കുറച്ചുകൂടി എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾ അതിൽ ചെയ്യുന്നത്. അല്ലാതെ അതിന് എക്സ്ട്രാ എക്സ്പ്രഷൻ ഒന്നും ഇടേണ്ട ആവശ്യം വരുന്നില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാണുമ്പോ അതിനകത്ത് ഉള്ളതെല്ലാം ബോധപൂർവ്വം നമ്മൾ ചെയ്യുന്നത് തന്നെയാ, അല്ലാതെ അറിയാതെ വന്നു പോകുന്നതല്ല. അപ്പൊ ചില സന്ദർഭങ്ങളിലൊക്കെ ഉള്ള സംഭവങ്ങൾ അറിയാതെ ചെയ്യുന്നതാണ് എന്ന് പ്രേക്ഷകന് തോന്നിപ്പിക്കുന്നിടത്തിലാണ് അതിന്റെ വിജയം. പക്ഷെ ആ ചെയ്യുന്നതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാ. അതെ, പക്ഷെ അതാണ് അതിന്റെ മെയിൻ ഇത്. നമ്മൾ ഈ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഫുൾ പറയുന്നത്. ഇപ്പൊ 750ഓളം എപ്പിസോഡ് ആവാറായി തോന്നുന്നല്ലേ. ഇത്രയും എപ്പിസോഡ്സ് വന്നിട്ട് എപ്പോഴെങ്കിലും ചേട്ടന്റെ റിയൽ ലൈഫിൽ ആരെങ്കിലും വന്ന് പറഞ്ഞു, ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പറോ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത് ഞങ്ങൾക്കിട്ടുള്ള പണിയാണ്, ഇത് വേണ്ട ശരിയാവില്ല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല? ഇല്ല, പറയേണ്ടതാണല്ലോ. അല്ല, അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലായി കാണും. കാരണം നമ്മൾ പറയുന്നത് തുലവും കുറവാണ്, ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ.
അവർക്ക് അറിയുമായിരിക്കും. അതുകൊണ്ടാണ് എന്തോ ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലേ? പിന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രേക്ഷകരൊക്കെ ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്ന ആളുകളാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അവർക്ക് ഓരോ പ്രോഗ്രാം കാണുമ്പോൾ ഇതെന്താണ് 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 എന്താണ് ഇതിൻ്റെ കാര്യം, ഇതെന്തിനാണ് ഇവർ ഇങ്ങനെ പറഞ്ഞത്, ഒക്കെ ആളുകൾ ആലോചിക്കുകയും ഒക്കെ വിലയിരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആളുകളുടെ മുമ്പിലേക്കാണ് നമ്മളൊരു പ്രോഡക്റ്റ് കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ അവരുടെ സ്വീകാര്യത നമ്മൾ നേടിയെടുക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു ടാസ്ക് ഉണ്ട്. ആ ടാസ്കിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അതെ, ശരിക്കും വിജയിച്ചിട്ടുണ്ട്. അതാണല്ലോ ഇപ്പോഴും നിങ്ങളെല്ലാവരും സ്വീകരിക്കുന്നത്. അതുപോലെ ഞാൻ സലീമിക്ക ഒരു വേദിയിൽ പറയുന്നത് കേട്ടു, ആളെ ഇതിലെടുക്കേണ്ട ഒരാളല്ല, ആരോ വരാതിരുന്നപ്പോൾ ഒരു ചെറിയ ഇത് ചെയ്തു. അതിൽ മണിച്ചേട്ടനാണെന്ന് തോന്നുന്നു ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ആൾക്ക് തിരിച്ചു പറയേണ്ടി വന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നു സലീമിക്ക അതിൽ പ്യാരിജാതനായിട്ട് വന്നത് അല്ലേ? അതെ, സലീം പക്ഷേ തുടക്കം മുതൽ തന്നെ ഇതിനകത്തുണ്ട്. ഇതിൽ മറ്റേ ഉണ്ണി സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പുള്ളി ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ കുറച്ച് എപ്പിസോഡുകൾ കഴിഞ്ഞ ശേഷമാണ് പിന്നെ ആരും ഇല്ലാതെ വന്നപ്പോൾ പിന്നെ സലീമിനെ എന്തോ ഒരു ഇതിനു വേണ്ടി പറഞ്ഞയച്ചു. പുള്ളി എൻ്റെ അടുത്ത് ഞാൻ തന്നെയാണ് ഇരിക്കണത് തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് എന്തോന്ന് ചോദിച്ച് അയാൾ തിരിച്ച് അങ്ങ് പോവുകയും ചെയ്യണം, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അത് ചായ കൊണ്ടുവച്ചിട്ടാണെന്ന് തോന്നുന്നു. ചായ കൊണ്ടുവച്ച് അയാൾ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ എന്തോന്ന് ചോദിച്ചു. അപ്പം ഞാൻ തിരിച്ചു ചെയ്യുന്നതിന് മറുപടിയും പറഞ്ഞു. അപ്പോൾ അത് ഇഷ്ടമായി. അപ്പോൾ അത് പുള്ളിക്കാരനും ഇഷ്ടമായി. അങ്ങനെ പിന്നെ കുറേശ്ശെ വേഷങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വന്നു. പിന്നെ അയാളൊരു മോശം ആക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല ആക്ടറാണ്, അടിപൊളിയാണ്. ഒരുപാട് ഇമോഷൻസ് ഒക്കെ പിന്നെ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആളാണ്. ഈ ചെയ്തു വരുമ്പോൾ പലതിൻ്റെയൊക്കെ അളവുകളും സംഗതികളൊക്കെ അത് ഒന്ന് കൃത്യമാക്കണം എന്നേ ഉള്ളൂ. പക്ഷേ എല്ലാം ഉള്ളിൽ ഉണ്ട്, കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണ് താനും. അത് കൃത്യമായിട്ട് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാനും അതിൻ്റെ ഔട്ട് കൊടുക്കാനൊക്കെ പറ്റുന്ന ആക്ടേഴ്സ് തന്നെയാണ് ഇപ്പം മർമ്മയത്തിനകത്ത് എല്ലാവരും. നിങ്ങൾ രണ്ടുപേരുമാണ് മെയിനായിട്ട് ഈ പഞ്ചായത്ത് ചെട്ടി എന്ന് പറഞ്ഞ മൂവിയുടെ റൈറ്ററും ഡയറക്ഷനും ഒക്കെ ചെയ്തത് അല്ലേ? ഈ മൂവി റൈറ്റിങ്ങും ഇതൊക്കെ ചെയ്യുമ്പോൾ ഡയറക്ഷനും ഒക്കെ ചെയ്യുമ്പോൾ ചേട്ടന് എന്തെങ്കിലും ചലഞ്ച് ഫീൽ ചെയ്ത് വന്നിട്ടുണ്ടോ? ഇത് ഫസ്റ്റ് ടൈം ആണല്ലോ ഈ ഡയറക്ഷൻ ചെയ്യുന്നത്. അല്ല, അങ്ങനെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിനിമ വൃത്തിയാക്കി എടുക്കുക എന്ന് പറയുന്നത് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ചലഞ്ച് തന്നെയാണ്. അല്ലാതെ നമ്മൾ പിന്നെ കൃത്യമായിട്ടുള്ള സ്ക്രിപ്റ്റ് വേണം, അതുണ്ടായിരുന്നു. പറയുന്ന വഴികൾ, ഇപ്പോൾ സീനുകൾ അടുക്കി പോകുന്ന വഴികൾ ഇൻട്രസ്റ്റിംഗ് ആവണം. ഇതൊക്കെ ഇതിനകത്തുള്ള ചലഞ്ചുകൾ തന്നെയാണ്. അതൊരു പക്ഷേ നമ്മൾ കൺസീവ് ചെയ്തിട്ടുള്ള അതേ ഇൻറ്റൻസിറ്റിയിൽ ഒരു പക്ഷേ പ്രേക്ഷകന് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പരാജയം നേരിടും. പക്ഷേ ഇവിടെ നമുക്കത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏരിയകളിലൊക്കെ പ്രേക്ഷകന് അതുമായിട്ട് സിങ്ക് ആയിട്ടുണ്ട്, അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നടക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് നടന്നിട്ടുണ്ട്. ഓക്കെ, അതാണ്. ഒരു 2 വർഷം മുമ്പ് വരെയുള്ള യൂട്യൂബ് ചാനലിൻ്റെ ഇൻ്റർവ്യൂസ്, ചേട്ടൻ്റെ ഇൻ്റർവ്യൂസിൻ്റെ വളരെ കുറച്ച് ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ അതിൻ്റെ താഴെയൊക്കെ വരാറുണ്ട് മലയാള സിനിമ വേണ്ടത്ര ഉപയോഗിക്കപ്പെടാത്തൊരു നടൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ചേട്ടൻ എങ്ങനെയെല്ലാം ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നന്നായിട്ട് ഇതേ എക്സ്പ്രഷൻ അല്ലായിരുന്നു മറ്റേ മീശമാധവനിലെ വഴിപാട്? മീശമാധവനിൽ അത് ഇങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ചതാണ്. പക്ഷെ അത് കൊള്ളായിരുന്നു കേട്ടോ, ഇപ്പോഴും മെയിൻ ആണത്. അത് റിഹേഴ്സൽ ചെയ്യണ സമയത്ത് അങ്ങനെ വന്നില്ല. പിന്നെ ടേക്കിൻ്റെ സമയത്ത് അറിയാതെ കൈ പൊങ്ങിപ്പോയി. അറിയാതെ പൊങ്ങിയ കൈ നമുക്ക് പെട്ടെന്ന് താഴ്ത്താനും പറ്റില്ല, അപ്പോൾ തെറ്റിനായല്ലോ. അപ്പോൾ ആ കൈ കൊണ്ട് പിന്നെ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ ഞാൻ പോലും അറിയാതെ സംഭവിച്ചിട്ടുള്ളതാണ് ഈ ചൊറിച്ചിലിൻ്റെ സംഗതി. അത് കഴിഞ്ഞിട്ട് എന്നെ എൻ്റെ ക്യാമറമാൻ ചെയ്തു പറഞ്ഞു, എന്താണ് ഇയാളെന്താ അങ്ങനെ ചെയ്തില്ല, എല്ലാവരും മറ്റേ റിഹേഴ്സലിന് അത് കാണിച്ചില്ല, പിന്നെ എന്തിനാ ഇതിന് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലാൽ സാർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് ഒരു നോർമൽ രീതിയിൽ അങ്ങനെ പോകും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വെക്കുക ചെയ്തത്. സെക്കൻഡ് ടേക്ക് അങ്ങനെ എന്തോ ആണ്. പക്ഷെ കൊള്ളായിരുന്നു അത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂസിലൊക്കെ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം, മീശമാധവനിലെ ആ ഒരൊറ്റ ഡയലോഗ് മതി ജീവിതം അല്ലേ? ഓക്കെ, അതേപോലെ തന്നെ ഒരു കാര്യമാണ് ചേട്ടൻ ഇപ്പൊ പറഞ്ഞു, ചേട്ടൻ അങ്ങനെ തോന്നിയിട്ടില്ലെന്ന്. ബട്ട് സ്റ്റിൽ 2000 തൊട്ട് ചേട്ടൻ്റെ ഈ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തതാണ്, ഇപ്പം ഇവിടെ എത്തി നിൽക്കുകയാണ്. ചേട്ടന് തോന്നുന്നുണ്ടോ കുറേ തവണ ചിലപ്പോൾ ഞാൻ ഫെയിൽ ആയിട്ടുണ്ടാവാം, പക്ഷെ ഇത് ചെയ്യണം എന്ന് തോന്നിയിട്ടായിരിക്കും ഈ ലെവലിൽ എത്തുന്നത്? ഇപ്പോൾ ഡയറക്ടറാണ്, റൈറ്ററാണ്, ആക്ടറാണ്. എപ്പോഴെങ്കിലും ഇൻ ബിറ്റ്വീൻ തോന്നിയിട്ടുണ്ടോ ഞാൻ ഫെയിൽ ആയെങ്കിലും ഞാൻ ഒരു വിശ്വാസത്തിലാണ് ഇവിടം വരെ എത്തിയെന്നുള്ള ഒരു? അല്ല, അത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. അതായത് ഇപ്പോൾ അഭിനയിക്കാൻ ആരും വിളിക്കുന്നില്ല എങ്കിലും ഞാൻ ആക്ടറാണ് എന്നും എനിക്ക് അഭിനയിക്കാൻ അറിയാമെന്നും എന്നുള്ള എൻ്റെ കോൺഫിഡൻസ് ആണ്.
പിന്നെ സിനിമ എന്ന് പറയുന്നത് നമുക്ക് ചെറുപ്പം മുതലേ നമ്മുടെ മനസ്സിൽ എങ്ങനെയൊക്കെയോ കടന്നുകൂടിയിട്ടില്ല. അപ്പോൾ എല്ലാ ആളുകളിലും ഉണ്ടാവും അത്, അങ്ങനെ കടന്നുകൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമയം വന്നപ്പോൾ സിനിമ അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു അംബീഷൻ ഒരു പക്ഷേ ഉള്ളിൽ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് അതിലേക്കുള്ള ഒരു ട്രാവൽ പോലെയും ഈ ബാക്കി എല്ലാം കൂടെ വന്ന് ചേർന്നതായിരിക്കും. പിന്നെ അതെ, കാരണം നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നമുക്കത് ചെയ്യാൻ കഴിയും എന്നുള്ള നമ്മുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ ഒരു കോൺഫിഡൻസ് ഉള്ളിൽ കിടപ്പുണ്ട്. പിന്നെ അങ്ങനെ ഫെയിലിയറായി പോയി എന്നുള്ളൊരു തോന്നലൊന്നും അങ്ങനെ വന്നില്ല. കാരണം നമ്മുടെ ആവശ്യം നമ്മൾ ആരാണ് എന്താണ് എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് വേറൊരാളുടെ സഹായം വേണമെന്ന് പറയുന്നത് അത് ശരിയല്ല. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുമോ? എവിടെയോ ഇരിക്കുന്ന ഒരു പ്രൊഡ്യൂസർ, എവിടെയോ കിടക്കുന്ന ഒരു ഡയറക്ടർ, അവരൊക്കെ പാടെ കൂടി ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതിൽ എനിക്ക് വേഷം വേണമെന്ന് എന്തിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? എന്നെ അവർ വിളിക്കണമെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഞാൻ വലുതാവണം, അല്ലെങ്കിൽ ഞാൻ ഉയരണം, ഞാൻ പ്രൂവ് ചെയ്ത് വരണം. അങ്ങനെ വരുമ്പോഴേ എന്നെ അവർ പിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ എന്തിനു പിക്കണം? അതതിന്റെ കാര്യം. അതാണ് പോയിന്റ്. അതെ, പക്ഷെ ചിലര് പെട്ടെന്ന് ഒന്ന് ഫെയിൽ ആവുക, അല്ലെങ്കിൽ എനിക്കൊന്നും സെറ്റ് ആവുന്നില്ല എന്ന് തോന്നി അപ്പൊ തന്നെ ഡൗൺ ആവുന്നവരുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമ്മൾ വി ഷുഡ് ട്രസ്റ്റ് ദി പ്രോസസ് അല്ലേ? ജീവിതത്തിൽ പിന്നെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നേ. അപ്പൊ ഞാൻ ഒരു 2-3 വർഷം മുമ്പ് ഓടും രാജ ആടും റാണി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു ഞാൻ. അതെ, ആ സിനിമ ചെയ്തു. അപ്പോൾ ആ സിനിമ പക്ഷേ തിയേറ്ററിൽ അധികം ആളുകൾ കണ്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അതിൽ നിന്ന് ഭയങ്കര ഒരു സിനിമയിൽ നിന്ന് ആവശ്യമുണ്ടായി. പിന്നെ സിനിമയിൽ നിന്നൊരു വിഡ്രോവൽ എവിടേക്കോ മനസ്സിലുണ്ടായി. അങ്ങനെ പിന്നെ കുറച്ച് കാലം സിനിമയ്ക്കൊന്നും പോയില്ല, വിളിച്ചിട്ടും പോയില്ല ഞാൻ. ആ സമയത്തൊക്കെയാണ് പിന്നെ മറിമായം കൂടുതൽ ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് പോകുന്നത്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിൽ ഉണ്ടല്ലോ. ഇങ്ങനെയാണ് സിനിമ, ഈ ഒരു ഫീൽഡേ അങ്ങനെയാണ്. ഇപ്പോൾ എല്ലാവരും ട്രസ്റ്റ് പ്രോസസ് എല്ലാം ഒരു ടൈം ആകുമ്പോൾ ശരിയാവും അല്ലേ? ഈ ഡയറക്ഷൻ, റൈറ്റിംഗ്, ആക്ടിങ്, ഇതിലേതാ ചേട്ടന് ഏറ്റവും ഇഷ്ടം? ആക്ടിങ് ആയിരിക്കും. എല്ലാം ഇഷ്ടമാണ്, എല്ലാം ചെയ്യുന്നത് എല്ലാം ഇഷ്ടമാണ്. ഇപ്പോൾ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ രീതിയിൽ ഒരു ആക്ടർ പെർഫോം ചെയ്ത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം നമ്മൾ അഭിനയിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അഭിനയിക്കുക, അഭിനയിപ്പിക്കുക, എഴുതുക, അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ഞാനത് ശരിക്കും ആസ്വദിക്കുന്നുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. എങ്കിലോ പണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടല്ലേ? അത് കോവിഡ് ടൈമിലാണ്. അതെങ്ങനെയായിരുന്നു എഴുതാൻ ഉണ്ടായ ഒരു പ്രചോദനം? അത് കോവിഡ് സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ടു, TV ഒക്കെ കട്ട് ചെയ്ത് ഇട്ടു, പിന്നെ ഒന്നും ചെയ്യാൻ. ഇതേപോലെ സോഫയുടെ മുകളിൽ ഒന്നുമില്ല, ഇത് കാണുന്നത് മുഴുവൻ ഇതല്ലേ, നെഗറ്റിവിറ്റി. ഈ നെഗറ്റിവിറ്റി മാത്രമല്ലേ കാണുന്നത്. അപ്പോൾ അതെല്ലാം ഓഫ് ചെയ്തു, കട്ട് ചെയ്ത് കളഞ്ഞ്. എന്നിട്ട് വെറുതെ ഇങ്ങനെ കിടക്കുന്ന, വെറുതെ സോഫയിൽ ഇങ്ങനെ കിടക്കുകയാണ്, വേറെ ഒന്നും ആലോചിക്കാനില്ലല്ലോ. അങ്ങനെ ആലോചിച്ചപ്പോൾ പഴയ കുറേ ചിത്രങ്ങൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു. കുട്ടിക്കാലത്തുള്ള കുറേ നല്ല മുഹൂർത്തങ്ങൾ, നല്ല രസങ്ങൾ. അപ്പോൾ അതിലൂടെയൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റി. അപ്പോൾ വെറുതെ എനിക്ക് തോന്നി സമയം പോക്കാൻ നല്ലൊരു പരിപാടിയാണ്, എന്നാൽ പിന്നെ അത് കുറിച്ച് വെച്ചേക്കാം. അങ്ങനെ ഞാനത് പതുക്കെ കുറിച്ച് വെച്ചു. പിന്നെ തോന്നി ഇതിങ്ങനെ കുറിച്ച് വെച്ചിട്ട് കാര്യം, ഒരു 8-10 കുറിപ്പുകളൊക്കെ ആയപ്പോൾ തോന്നി ഇതെന്തിങ്ങനെ കുറിച്ച് വെച്ചിട്ട് കാര്യം. അപ്പം എന്നൊരു കാര്യം ചെയ്ത് ഫേസ്ബുക്കിൽ ഇതിലെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ആളുകളെങ്കിലൊക്കെ വായിക്കും. കുറച്ച് ഇതിനോടൊക്കെ ഒരു താല്പര്യമുള്ള സമാന ഹൃദയരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇട്ടു. അപ്പോൾ അത് ഭയങ്കര പിന്നെ ഒരു ഇതായിപ്പോയി. എല്ലാവരും എന്നിട്ട് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ തുടർന്ന് അങ്ങനെ എഴുതുന്നത് നല്ലതാണ്, എഴുത്തിൻ്റെ ഒരു സംഗതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയൊക്കെ. പക്ഷെ കോവിഡ് ടൈമിൽ അങ്ങനെ ഒരു ഇത് ചെയ്തത് നല്ല. ഞാനും TV കണ്ട് ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് എന്തെങ്കിലും ചെയ്താലും എവിടെയെങ്കിലും അല്ല, അങ്ങനെ ആ സമയത്തൊക്കെ തോന്നുന്നു ഈ ചാനലുകളും ഇതൊക്കെ കൂടുതൽ ഓരോ ആളുകളൊക്കെ ടിക്ടോക്ക് ചെയ്ത് തുടങ്ങിയത് അങ്ങനെയാണ്. എനിക്കിപ്പോൾ അത് ഓർത്തിട്ട് ചെറിയ സങ്കടമുണ്ട്. ആ സമയത്ത് ഞാൻ ടിക്ടോക്ക് ചെയ്താണെങ്കിൽ ഇപ്പം ഇൻഫ്ലുവൻസർ ആയിരുന്നു. ആ സമയത്തൊക്കെ വൈറലായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് അതിനൊന്നും തോന്നില്ല. അപ്പോൾ ചേട്ടൻ കോവിഡ് ടൈമിലാണ് ഇത് എഴുതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതാ ചോദിച്ചത്. പക്ഷെ നല്ല കാര്യം, നമുക്കൊന്നും ചെയ്യാനുള്ളത് ഇപ്പോൾ എന്തെങ്കിലും ഇതുപോലെ. അതെ, അതിപ്പോൾ ഒരു എഡിഷനോ കഴിഞ്ഞപ്പോൾ അതിൻ്റെ സെക്കൻഡ് എഡിഷൻ എന്തൊക്കെയോ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു വരും. വരാൻ പോകുന്നു, പറയാറായിട്ടില്ല. ഇല്ല, അടുത്ത എന്തോ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല, അത്രേ ഉള്ളൂ. ഫിക്സ് ചെയ്തിട്ടില്ല. ഓക്കെ, ചേട്ടൻ ഇനി നെക്സ്റ്റ് എന്തെങ്കിലും പ്രൊജക്ട്സ് പ്ലാനിങ്ങിലുണ്ടോ? ഇതിപ്പോ കഴിഞ്ഞുള്ളല്ലോ അല്ലേ? ഇതിപ്പോ കഴിഞ്ഞുള്ളല്ലോ അല്ലേ? അടുത്ത പ്രോജക്റ്റുകളുണ്ട്, സംഗതികൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അധികം വൈകാതെ തന്നെ തുടങ്ങണം ആണ്. ഈ ഫിലിം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഏറ്റവും ജെനുവിൻ ആയിട്ട് തോന്നിയ ഒരു റിവ്യൂ എന്തായിരുന്നു? കുറെ റിവ്യൂവേഴ്സിനെ കാണാറില്ലേ ചേട്ടൻ, വീഡിയോസ് ഒക്കെ കണ്ടല്ലോ. ഏറ്റവും ജെനുവിൻ ആയിട്ട് തോന്നിയ റിവ്യൂ എന്തായിരുന്നു? റിവ്യൂസ് നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ നെഗറ്റീവ് പറയുന്നതിനകത്തൊക്കെ അവർ പറയുന്ന ചില കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്, അതെനിക്കറിയാം.
കാരണം അത് നമ്മുടെ പരിമിതിയുടെ ഉള്ളിൽ നമ്മൾ നിന്ന് ചെയ്തിട്ടുള്ള ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ന്യൂനതകൾ അവർ പറയുന്നതിനേക്കാൾ ന്യൂനതകൾ എനിക്കതിനകത്ത് കാണാൻ പറ്റും, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 5 ന്യൂനത ഒരു ടീം ഒരു റിവ്യൂവർ പറയുകയാണെങ്കിൽ അതിൽ 25 ഞാൻ കാണുന്നുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ റിവ്യൂ പറയുന്നത് റിവ്യൂ എന്തുകൊണ്ട് നല്ലതാണ്, അതിൽ ഒരു തർക്കമില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു 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 സൃഷ്ടി പുറത്ത് ഒരാൾ വിലയിരുത്തുന്നു എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ആൾക്ക് പുറത്ത് വിലയിരുത്തുന്ന ആളുകളുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവും, അത് നല്ലതാണ്. ഇപ്പോൾ സാഹിത്യത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ കുട്ടികൃഷ്ണമാരാർ, പിന്നെ മുണ്ടശ്ശേരി മാഷ് എന്നൊക്കെ തുടങ്ങി അവരൊക്കെ വിമർശന സാഹിത്യം എന്ന് പറയുന്ന ഒരു ശൃംഖല, ഒരു മേഖല തന്നെയുണ്ട്, ഒരു ശാഖയുണ്ട്. ഇവിടെയും അത് സാധ്യമാണ്, അത് വേണം താനും. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ റിവ്യൂ പറയുന്ന ആളുകൾ ആ ഒരു നില വെച്ചാൽ റിവ്യൂ പറയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ സിനിമ റിവ്യൂ പറയണമെങ്കിൽ സിനിമയെ പറ്റിയിട്ട് അറിയണം, എന്താണ് സിനിമ, എങ്ങനെയാണ് ആ സിനിമ പറഞ്ഞു വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ആ സിനിമ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അതിലെ ക്യാമറ, അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ പിന്നെ എഫക്ട്സ്, അതിൻ്റെ ഒരു ടോട്ടാലിറ്റി, സിനിമ ടോട്ടലി കൺവേ ചെയ്തത് എന്താണ്, ഇങ്ങനെയൊക്കെ അതെല്ലാം അസസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാണ് നന്നായിട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ അങ്ങനെ റിവ്യൂ നടക്കുന്നതും ഇവിടെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഒരുതരം പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും ഒക്കെ രീതിയിൽ പൊതിഞ്ഞിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ വാല്യൂ ഇല്ലാണ്ടായി പോവുക. അപ്പോൾ വിമർശനങ്ങൾ തീർച്ചയായിട്ടും വേണം, അത് അതേ ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യണം. പക്ഷെ വെറുതെ ഇരുന്ന് പിന്നെ പറയുന്ന ആളുകളുണ്ട്, വെറുതെ ഫോൺ തുറന്ന് വെച്ചിട്ട് വെറുതെ ഇരുന്ന് പറയുന്നവരുണ്ട്. പിന്നെ അവരുടെ ഒരു നിലവാരത്തിലും പറയുന്നുണ്ട്, അതൊക്കെ ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാവുകയൊക്കെ ചെയ്യും. നല്ല വിമർശനങ്ങൾ പറയുന്നത് നല്ലതാണ്, ആ വിമർശനങ്ങളൊക്കെ അതേ ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യും, അല്ലാത്തത് ഉൾക്കൊള്ളുകയും ചെയ്യില്ല, തള്ളിക്കളയും ചെയ്യും. അപ്പം നമ്മൾ വളരെ കാര്യമായിട്ട് മറിമായത്തെ പറ്റിയും പഞ്ചായത്ത് ചെട്ടിയെ പറ്റിയും ചേട്ടൻ്റെ ലൈഫിനെ പറ്റിയൊക്കെ സംസാരിച്ചു. ഇനി നമുക്കൊരു സെഗ്മെൻറ്റിലേക്ക് പോവാം. നമ്മളുടെ അങ്ങനെ പറ എന്ന് പറയുന്ന നമ്മളുടെ ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും മെയിൻ സെഗ്മെൻറ്റാണ് ഉരുളയും ഉപ്പേരിയും. ഉരുളയും ഉപ്പേരിയും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ചേട്ടൻ അതിന് ചോദ്യം ചോദിക്കുന്നതായിരുന്നല്ലോ. അല്ല അത് വേറെ, ഇത് പ്രത്യേക തരത്തിലുള്ള ഒരു സെഗ്മെന്റ്. എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും നേരം ചോദിച്ചത് എനിക്ക് ചോദിക്കാൻ തോന്നി, ഇതെന്ന് വെച്ചാൽ ചെറിയൊരു കുസൃതി ചോദ്യം പോലെ, കുറച്ച് ആ ഒരു രീതിയിൽ. വേണ്ടേ? വേണോ? ഒന്ന് 2 ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്, എന്നിട്ട് വേണ്ടെങ്കിൽ നമുക്ക് നിർത്താം. ഓക്കെ ഓക്കെ. ഇത് പറഞ്ഞ ചേട്ടൻ തന്നെ ഓടിക്കോ? ഓടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യന് മുമ്പ് പറയണം. ഞാനെന്തറിയോ, ഞാൻ ഇന്റർവ്യൂവിൻ്റെ ഒക്കെ സമയത്ത് ആരെങ്കിലും വരുമ്പോൾ ഞാൻ അങ്ങനെ പറയും, ഈ കുസൃതി ചോദ്യങ്ങൾ അതുപോലുള്ള സംഗതികൾ ചിലപ്പോൾ എനിക്ക് വഴങ്ങില്ല, അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയാറുണ്ട്. എന്നാലും നീ ചോദിച്ചോ, കുഴപ്പമില്ല. ചോദിക്കാൻ ചേട്ടന് ഓടിക്കണം എന്ന് തോന്നുമ്പോൾ നേരത്തെ പറയണേ, അപ്പോൾ ഓടിച്ചോന്നല്ലേ? അപ്പൊ മതി, നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ മതി. മറ്റ് സംസ്ഥാനക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മലയാളികൾക്ക് കുറച്ച് കൂടുതലുള്ള ഒരു കാര്യം സ്നേഹം ആണോ? ആണല്ലേ, നല്ല സ്നേഹമാണ് നമുക്ക്. ഉറപ്പല്ലേ? ഇപ്പൊ തെളിഞ്ഞില്ലേ? ഇപ്പൊ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് പിന്നെന്താ, അതിലും ഇതെന്താ മലയാളി? അത് പോയിന്റ്. ഇതിന് വേറെ എന്തെങ്കിലും ഉത്തരമായിരുന്നു നീ കണ്ടെത്തിയ? ഞാൻ ഉത്തരം കണ്ടെത്തിയിട്ടില്ല. ഉത്തരം ഉണ്ടാവും. ഇല്ലെന്ന് ഞാൻ കാണിച്ചു തരാം. ഉത്തരമില്ല, ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ചേട്ടൻ അതിന് ഉത്തരം പറയണം, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേട്ടന്റെ കാര്യമാണ്. എത്ര ശരിയാക്കിയാലും നന്നാകില്ലല്ലോ എന്ന് തോന്നിയ ഒരു കാര്യം? എന്റെ സ്വഭാവം. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തു. ഇതാണ് നമുക്ക് വേണ്ടത്. എന്ത് സ്വഭാവം? അതെന്റെ സ്വഭാവം, അത് എനിക്കല്ലേ അറിയൂ. മൊത്തത്തിൽ കേട്ടല്ലേ? ഓക്കെ, അത് കൊള്ളായിരുന്നേ. കണ്ണീർ പരമ്പരകൾ അന്നും ഇന്നും റേറ്റിംഗിൽ മുൻപന്തിയിൽ തന്നെ തുടരാനുള്ള ഒരു കാര്യം എന്താണ്? അത് വേറെ ഉള്ള ആളുകൾ ദുഃഖിക്കുന്നതും വേദനിക്കുന്നതും കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ ഒരു ടെൻഡൻസി. എൻ്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നല്ല, അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് കൗതുകം. അപ്പൊ അവിടെ കൂടുതൽ വേണ്ടത് എന്താണെന്ന് അതാണ്, അതുകൂടി വേണം. അതായത് മറ്റുള്ള വീടുകളിൽ എന്താണ് നടക്കുന്നത് അതിങ്ങനെ മാറി നിന്ന് നോക്കി കണ്ട് രസിക്കുക, അതാണ് അതിൻ്റെ കാര്യം. എനിക്കങ്ങനെ തോന്നിയത്. അല്ല, ശരിയാണ്, അത് കറക്റ്റാണ്. നെക്സ്റ്റ് ചോദ്യം ഞാൻ ചോദിച്ചത് ഓടിക്കാൻ ചാൻസ് ഉണ്ട്, ഞാൻ ലാസ്റ്റ് ചോദിക്കാം. ഓക്കെ.
പഠനങ്ങൾ പറയുന്നതനുസരിച്ച് സ്ത്രീകളാണ് കൂടുതൽ സത്യസന്ധർ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അത് നുണയാ. ആണോ? ആര് പറഞ്ഞു? എന്നോട് തന്നെ ഇത് പറയണം. അത് നുണയായിരിക്കും. എല്ലാവരും നുണ പറയുന്നു. ആര് സത്യസന്ധൻ? അത് കൂടുതൽ എല്ലാവരും നുണ പറയുന്നു. എല്ലാം കണക്കാണ്. പിന്നല്ലേ. അങ്ങനെയൊന്നും ഇല്ലെന്നല്ലേ? ഓക്കെ. സത്യങ്ങളും പറയും, നുണകളും പറയും, കല്ല് വെച്ച നുണകളും പറയും. അതിലാണ് പെണ്ണുകളൊന്നുമില്ല. ഇല്ല, എല്ലാവരും കണക്കാണ്. പറയുമല്ലോ. കുടകൾ കൂടുതലും കറുപ്പ് നിറത്തിൽ പണിയാനുള്ള കാര്യം അറിയില്ല മോളെ. ഇപ്പൊ കൊറേ കുടകൾ വരുന്നുണ്ട്, പക്ഷെ പണ്ട് കറുപ്പായിരുന്നു കൂടുതൽ. എന്താ കാര്യം? അത് ചേട്ടനോട് ചോദിച്ചു. എനിക്കറിയില്ല. നിന്നോട് ചോദിക്കണം എന്താ കാര്യം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ കറുപ്പ് കുടയാകുമ്പോ എല്ലാം ശ്രദ്ധിക്കായിരിക്കും, അതായിരിക്കും. പിന്നെ ചോപ്പ് വെച്ചൂടെ? കറുപ്പ് കൂടുതൽ ശ്രദ്ധിക്കും, അതായിരിക്കും. അല്ല, പണ്ടായിരുന്നു അങ്ങനെ. ഇപ്പൊ കൊടകൾക്ക് കൂടുതൽ മാറ്റം വന്നിട്ടുണ്ട്. എന്താ അറിയത്? ആക്ച്വലി എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചേട്ടനോട് ചോദിച്ചത്. ചേട്ടനും അറിയില്ല. ഇപ്പൊ സെറ്റ്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും സെയിം പിച്ച്. ഓക്കെ. നെക്സ്റ്റ് ചോദ്യത്തിന് ചേട്ടന് ഉത്തരം അറിയാന്ന് അറിയില്ല. പൊറോട്ടയ്ക്ക് ആ പേര് മാറ്റി മറ്റൊരു പേര് കൊടുക്കാൻ തോന്നിയ എന്ത് പേര് നിർദ്ദേശിക്കും? അത് ഞാൻ ഇപ്പൊ ആലോചിച്ചിട്ടില്ല. ഹോട്ടല് ഇതെല്ലാം നിർത്തി ഹോട്ടൽ പണി തുടങ്ങുമ്പോ അപ്പ ആലോചിക്കാം. എന്നെ വിളിച്ച് പറയണേ പൊറോട്ടയ്ക്ക് പുതിയൊരു പേര്. ഓക്കെ, ഇത് ലാസ്റ്റ് ആണ്. ഓക്കെ. ചേന പച്ചക്കളർ അല്ലല്ലോ, എന്നിട്ടും അത് പച്ചക്കറിയായി എങ്ങനെ വന്നു? ചേന പച്ചക്കളർ അല്ലല്ലോ, എന്നിട്ടും അത് പച്ചക്കറിയായി എങ്ങനെ പറയും? പച്ചക്കളർ അല്ലല്ലോ ചേന, പക്ഷെ എന്നാലും പച്ചക്കറിയുടെ സെഗ്മെന്റിലല്ലേ ചേന വരുന്നേ. ചേന പച്ചക്കറി പച്ചയാണല്ലോ അല്ലേ? നീ ചേന കണ്ടിട്ടില്ലേ? ചേനയ്ക്ക് പച്ച കളറല്ല. ആര് പറഞ്ഞു? ചേനയ്ക്ക് ബ്രൗൺ കളർ. അല്ലല്ല, ചേന പച്ചയാ. ചേനയുടെ ചെടിയായിരിക്കും അല്ലേ? ചേനയുടെ ചെടി പക്ഷെ ചേന പച്ചയാ. അതും കൂടി ചേർന്നതാ ചേന. എന്നാലും ചേനയ്ക്ക് ബ്രൗൺ കളർ അല്ലേ ചേട്ടാ? ചേനയ്ക്ക് ഏതാ കളർ? ദൈവമേ, അതും കൂടി ആ പച്ചയും കൂടെ ചേർന്നതാ ചേന. ഇത് ഞാനായിട്ട് എന്റെ കുഴുതുണ്ട് ഈ ചോദ്യം ചോദിക്കണ്ടായിരുന്നു. അപ്പൊ ചേനയ്ക്ക് പച്ച കളർ വരാൻ കാരണം ചേനയുടെ ചെടി പച്ചയായതുകൊണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ സെഗ്മെന്റ് ഇതൊക്കെ എന്തിനാ ഈ ആളുകളൊക്കെ കേൾപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഒരു മനസ്സുഖം. ഇത് കാണുമ്പോ ആൾക്കാർക്ക് ചേട്ടൻ ചിരിച്ചില്ലേ? ഞാൻ ചിരിച്ചില്ല. ഇത് ഇവിടെയുള്ള എല്ലാവരും ചിരിച്ചു. ആളുകളെ ചിരിക്കൊന്നുമില്ല. ആളുകൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറയും. അത് ചിലപ്പോ പറയും, പക്ഷെ എന്നാലും ചിരിക്കും. ലാസ്റ്റ് ഒരു സെഗ്മെന്റ് കൂടി. അത് ചേട്ടന് ഇഷ്ടമുള്ള സെഗ്മെന്റ് ആണോ? ചോദിച്ചോ, പറഞ്ഞോ. നമുക്കൊരു പ്രാങ്ക് കോൾ ചെയ്യാം. പ്രാങ്ക് കോൾ എന്ന് വെച്ചാൽ പറ്റിക്കാം. വേണ്ട അല്ലേ? എന്തിനാല്ലേ? ഒരാവശ്യമില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്നേഹ ചേച്ചിനെ വിളിച്ചിട്ട് വിളിച്ചു നോക്കാം. എനിക്കൊരു പ്രശ്നമല്ല, എനിക്കിതൊക്കെ ഒരു ശീലമാണ്, കുഴപ്പമില്ല. എവിടെയാ? എന്താ പരിപാടി? കൊറിയർ അയക്കേണ്ട തിരക്കിലാണോ? ഹലോ, പരിപാടിയുണ്ട്, അത്രേ ഉള്ളൂ. ഓസ്കി, ഒരു കാര്യം ചെയ്യോ? ഞാൻ കുറച്ച് ഓർഡർ തരട്ടെ? എന്താ? ഒരു പുതിയ ഷോപ്പ് തുടങ്ങുന്നുണ്ട്. എന്ത് ഷോപ്പാ തുടങ്ങണത്? തുണിക്കട. അപ്പൊ ഒരു 500 ചുരിദാറ് അത് നിനക്ക് തരാൻ പറ്റുമോ? ചുരിദാർ മെറ്റീരിയൽ ആണോ? തരാം. ഞാൻ വേണമെങ്കിൽ അവരുടെ നേരിട്ട് കണക്ഷൻ തരാം, അവിടുന്ന് എടുത്തോ. എനിക്കല്ല, ഞാനല്ല തുടങ്ങണേ. പിന്നെ? ഞാനല്ല, വേറെ നമ്മുടെ ഒരു ടീമാ. ആണോ? എന്നാ എടുത്തു കൊടുക്കാം. നിന്നോട് കൊടുക്കാനാ പറയണേ. പൈസ ഇപ്പൊ ഇല്ലാന്നും പറയുന്നുണ്ട്. അതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. അല്ല, കുറച്ച് പൈസ തരുമായിരിക്കും. ക്രെഡിറ്റ് ഇല്ല, അവർക്ക് ക്രെഡിറ്റ് ഇല്ല. നിന്റെ ഫോട്ടോ ഒക്കെ അവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? എവിടെ? അവരുടെ സ്ഥാപനത്തില്. എവിടെയാണ് സ്ഥാപനം? എറണാകുളത്ത്. എറണാകുളത്താവുമ്പോ ഉപയോഗിച്ച എനിക്ക് അടിയല്ലേ അത്? അതെന്താ? ചുരിദാർ മെറ്റീരിയലിന് ഉപയോഗിക്കാം, പക്ഷെ എന്റെ സാരി ഇതൊക്കെ ഞാൻ ഫോട്ടോഷൂട്ട് പൈസ കൊടുത്ത് അടിപ്പിക്കുന്നയാ. അതെ, അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോന്ന് ചോദിക്കുന്നുണ്ട്.
കോമൺ ഫോട്ടോ വീഡിയോസ് നമ്മൾ കൊടുക്കാം, ബാക്കിയൊക്കെ നമ്മുടെ ലോഗോ ഉണ്ടാവും. അങ്ങനെ പറ്റും. എടീ ഇതേ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഇവിടെ, അപ്പൊ നിന്നെ വിളിച്ച് പറ്റിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ആരാ അത് പറഞ്ഞേ? ചേച്ചി ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്നാണ്. ആക്ച്വലി ഞങ്ങൾ ഉദ്ദേശിച്ച പ്രാങ്ക് ഇതല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചിരുന്ന പ്രാങ്ക് നമ്മുടെ മണിച്ചേട്ടനെയും കൊണ്ട് ഒരു 50 ലക്ഷം രൂപ ചേച്ചീനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ച പ്രാങ്ക്. പക്ഷെ ചേട്ടൻ പറഞ്ഞു അതെന്തായാലും അവർക്ക് മനസ്സിലാവും, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചേട്ടനായിട്ട് കണ്ടുപിടിച്ച ഐഡിയ ആണ്. ഞാൻ പറഞ്ഞു പൈസ തരില്ലാതെ 500 ചുരിദാർ തരാനാ പറയുന്നത്. ചേച്ചി മനസ്സിലായിരുന്നോ? ഇല്ല, എനിക്ക് അത് മറ്റേ 500 ചുരിദാർ വേണം, പൈസ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായല്ലേ? എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ചേട്ടൻ ഞാൻ ചമ്മി പോകുന്നു. എന്തായാലും ഞാൻ ചമ്മി, കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം കുറച്ചുകൂടി വലിയൊരു പ്രാങ്ക് കോൾ ആയിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ? എനിക്ക് പിടികിട്ടാത്ത വിഷയം സംസാരിക്കണം, എന്നാലേ പറ്റും. ആണല്ലേ? നെക്സ്റ്റ് ടൈം ഞങ്ങൾ കുറച്ചുകൂടി ആലോചിച്ച് സെറ്റ് ആകാം. ഓക്കെ? നല്ല ആളെ കൊണ്ട് നിങ്ങൾ പ്രാങ്ക് ആക്കിയിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. എന്തായാലും ഞാൻ ചമ്മി, കുഴപ്പമില്ല, പോട്ടെ. ഓക്കെ ചേച്ചി, ശരി. അപ്പൊ ഓക്കെ, ബൈ. അത് കുഴപ്പമില്ല, എന്തായാലും നമ്മുടെ സെഗ്മെന്റ്. പക്ഷെ ചേട്ടൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലേ? അതെ, അത് ചെയ്യണം. അതില് എനിക്ക് വലിയ സന്തോഷം. ഇനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി. നമ്മുടെ ജോർജ് ചേട്ടൻ ഈ ഇടയൊക്കെ ആയിട്ട് ചേട്ടനെ പറ്റി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതൊന്ന് വൈറലായിരുന്നു, അത് കേട്ടായിരുന്നു? കുറച്ച് മുമ്പ്. അതെന്താ അതിനെ പറ്റി പറയാനുള്ളത് വ്യൂവേഴ്സിനൊരു? അതൊന്നുമില്ല, അത് അയാളുടെ ഒരു മഹത്വം, അത്രേ ഉള്ളൂ. പിന്നെ വേറൊന്നുമില്ല, കൂടുതലൊന്നും പറയാനില്ലെന്ന്. അല്ല, അത് അവന്റെ ഒരു നല്ല മനസ്സുണ്ടാവും പറഞ്ഞു, അത്രേ ഉള്ളൂ. എല്ലാരും അങ്ങനെ പറഞ്ഞോളന്നില്ലല്ലോ. അതെ, അതാണ് ഞാൻ എടുത്തു ചോദിച്ചത്. അത് പിന്നെ മുമ്പേ അറിയാം, ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുമിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അറിയാലോ ഓരോ ആളുകളെ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിയാലോ. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ഇഷ്ടം കൊണ്ട് പറഞ്ഞായിരിക്കും. പറഞ്ഞതാണ്. ചേട്ടൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്, ഇങ്ങനെ വലിയ വലിയ ഇതൊന്നുമില്ല, എല്ലാം അതെ ആ ഒരു ഇതാണല്ലേ. അല്ല, അത് മതിയല്ലോ, അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ, കൂടുതലൊന്നും വേണ്ട. പക്ഷെ ചേട്ടൻ ഞാൻ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചു, എൻ്റെ ചളികൾക്കൊക്കെ നല്ലപോലെ ഉത്തരവും പറഞ്ഞു. താങ്ക് യു സോ മച്ച് ചേട്ടൻ. ഞാൻ വിചാരിച്ചു ചളി കുറവായിരുന്നു, ചളികളൊന്നുമില്ല ഇല്ലായിരുന്നു അല്ലേ? ഓക്കെ, നന്നായി. താങ്ക് യു സോ മച്ച് ചേട്ടാ, ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്ന് എന്നോട് സംസാരിച്ചതിന്. മോർ ദാൻ ആൻ ഇന്റർവ്യൂ എൻ്റെ അടുത്ത് സംസാരിക്കുക കൂടുതൽ ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം ഇരുന്ന് സംസാരിച്ചതിന്, എൻ്റെ സെഗ്മെന്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തതിനും ഒക്കെ താങ്ക് യു. അപ്പം നമുക്ക് ഇനിയും കാണാം. ഓക്കെ?